എല്ലാവർക്കും നമസ്കാരം. FB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ NIOS 2025 ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ SSLC +2 വിദ്യാർത്ഥികളുടെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള പബ്ലിക് തിയറി പരീക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. സോ ഇന്നത്തെ +2 വിദ്യാർത്ഥികളുടെ സബ്ജക്ട് എന്ന് പറയുന്നത് മലയാളമായിരുന്നു. അതുപോലെ തന്നെ 10ാം ക്ലാസ്സായിട്ട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരുന്നു ഇന്നത്തെ പരീക്ഷ അല്ലെ. അപ്പം എന്തായാലും ഈ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ആ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകാർക്കും എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത് പറയാം. നിങ്ങളുടെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇന്നത്തെ പരീക്ഷയോട് കൂടി മാറിയോ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വന്നിരുന്നോ, നമ്മുടെ ലൈവ് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റുകളുടെ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ NIOS +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചിന്റെ ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഷോർട്ട് ആയിട്ട്, നമുക്കറിയാം എക്സാം വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് അല്ലെ. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച എക്സാം വരുന്നത്. അപ്പം അതിനനുസരിച്ച് എങ്ങനെ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്ന് ഏത് രീതിയിൽ നിങ്ങളെ പാസ്സാക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പം പ്രത്യേക ഒരു സ്പെഷ്യൽ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ക്ലാസ്സുകളും ആ നോട്ട്സും ഒക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടെന്നുള്ളത് പറയുക. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ക്ലാസ്സുകൾ എപ്രകാരം എടുക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ എടുത്താലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനനുസരിച്ച് വേണം നമ്മുടെ ടീച്ചേഴ്സിനോട് അത് പറഞ്ഞു കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ 10ാം ക്ലാസ്സുകാർക്കുള്ള ലൈവ് സെഷനും +2 കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും സയൻസിനും ഉള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ക്ലാസ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കൂട്ടുകാരുടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഇന്നത്തെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും ആ അഭിപ്രായവും നിങ്ങൾക്ക് തുറന്നു പറയാവുന്നതാണ് കേട്ടോ. നമ്മുടെ ക്ലാസ് എപ്രകാരം വേണം, ലൈവായിട്ടുള്ള രീതിയിൽ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുള്ള രീതിയിൽ ക്ലാസ് വേണോ, എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം മാനിച്ചായിരിക്കും നമ്മുടെ ലൈവ് സെഷൻസ് പോകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അതനുസരിച്ചാണ് ഇനി മുമ്പോട്ടുള്ള ലൈവ് സെഷൻസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പൊ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, നല്ല രീതിയിൽ പഠിക്കുക. പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. അതല്ലാതെ എല്ലാ ചാപ്റ്ററും ഇരുന്ന് കവർ ചെയ്ത് പോകാനുള്ള ഒരു സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഓരോ ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രം എക്സാമിന് പഠിച്ചിട്ട് പോവുക. അത് മാത്രമേ എക്സാമിന് വരത്തുള്ളൂ താനും കേട്ടോ. അപ്പൊ അതുകൊണ്ട് സമയം വിലപ്പെട്ടതാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു ടിപ്പിലൂടെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.